യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. സാറയ്ക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. സാറ കാനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്ത് ബേൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരയുവാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്ന് പാർക്കുന്നവനുമാകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീൻ എന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട്, യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങൾ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം എഴുന്നേറ്റു ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ചു. അവരോട് സംസാരിച്ചു. എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹറിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിന് അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാന അവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണമെന്ന് പറഞ്ഞു. എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിലിരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യരെല്ലാവരും കേൾക്കിയ അബ്രഹാമിനോട്, അങ്ങനെയല്ല യജമാനെ, കേൾക്കണമേ. നിലം ഞാൻ നിനക്ക് തരുന്നു, അതിലെ ഗുഹയും നിനക്ക് തരുന്നു. എൻ്റെ സ്വന്തം ജനം കാണുക തരുന്നു. മരിച്ചവളെ അടക്കം ചെയ്തു കൊണ്ടാലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട്, ദയചെയ്ത് കേൾക്കണം. നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം. എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യുമെന്ന് പറഞ്ഞു. എഫ്രോൻ അബ്രഹാമിനോട്, യജമാനെ കേട്ടാലും 400 ഷേക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അതെനിക്ക് നിനക്കും എന്തുള്ളൂ? മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു. അബ്രഹാം എഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ഷേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിലെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അത് അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയുടെ മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാന അവകാശമായി ഉറപ്പിച്ചു കൊടുത്തു. ദൈവമേ, നിനക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.